ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സെക്കൻഡ് ടൈം എക്സാം ആരംഭിക്കാനായല്ലേ, അതായത് ക്രിസ്മസ് എക്സാം. അപ്പോൾ 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായിട്ട് ഒരു ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് ടൈം സാമ്പിൾ പ്രാക്ടീസ് പേപ്പർ അഥവാ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 7ാം ക്ലാസ്സിൻ്റെ തന്നെ സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മീഡിയവും അതുപോലെ മലയാളം മീഡിയവും കൂട്ടുകാർക്കുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ, അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുന്ന ഒരു പ്ലേലിസ്റ്റ് തന്നെ നമുക്കുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിലുള്ള എല്ലാ വീഡിയോസും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോസാണ്. അപ്പോൾ 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരും അതിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നന്നായി സോൾവ് ചെയ്ത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം 2025-26 ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ 2 മണിക്കൂറാണ് എക്സാമിന് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ 25 മാർക്കിലാണ് എക്സാം ഉള്ളത്. പിന്നെ നമുക്ക് താഴെ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കാം. 50 minutes ഈസ് ഗിവൺ ആസ് കൂൾ ഓഫ് ടൈം. റീഡ് ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ഡ്യൂറിങ് ദിസ് ടൈം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈം ആണ്. ആ ഒരു കൂൾ ഓഫ് ടൈം സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായി വായിച്ചു നോക്കണം. ഏത് ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നത് എന്ന് നോക്കി വെക്കണം. ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. അതെന്തായാലും കൂട്ടുകാർ എഴുതിയിരിക്കണം. അറ്റംപ്റ്റ് എനി 4 ആക്ടിവിറ്റീസ് ഫ്രം ആക്ടിവിറ്റി 2 to 6. 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 4 എഴുതിയാൽ മതി. കൂട്ടുകാർക്ക് നന്നായി അറിയാവുന്ന, നന്നായി കോൺഫിഡൻസ് ഉള്ള ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ബാക്കി 2 കൂട്ടുകാർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ 5 ആക്ടിവിറ്റിയാണ് എഴുതേണ്ടത്. ഓരോ ആക്ടിവിറ്റീസിനും 5 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് നൽകുക. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 1 എന്താണെന്ന് നോക്കാം. റീഡിംഗ് കോംപ്രഹെൻഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ തന്നെയാണ് ഫസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് തന്നിട്ടുള്ളത്. ഈ ആക്ടിവിറ്റി കൂട്ടുകാർ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. റീഡ് ദ ഗിവൻ പോം ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. നമുക്ക് താഴെ ഒരു പോം തന്നിട്ടുണ്ട്. ആ പോം വായിച്ചിട്ട് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോം എന്താണെന്ന് നോക്കാം. When the green woods laugh with the voice of joy and the dimpling stream runs laughing by, when the air does laugh with our merry wit and the green hill laughs with the noise of it, when the meadows laugh with lively green and the grasshopper laughs in the merry scene, when Mary and Susan and Emily with their sweet round mouths sing ha ha hey, when the painted birds laugh in the shade where our table with cherries and nuts is spread, come live and be merry and join with me to sing the sweet chorus of ha ha hey. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പോം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ ഓരോ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായി നോക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് തന്നിട്ടുള്ള എന്താണ് പോം ആണെങ്കിൽ അത് നന്നായി വായിച്ചു നോക്കുക, അല്ലെങ്കിൽ പാസേജ് ആണെങ്കിൽ അത് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓവറോൾ മൂഡ് ഓർ അറ്റ്മോസ്ഫിയർ ഓഫ് ദ പോം. ഈ ഒരു പോമത്തിൻ്റെ ഓവറോൾ മൂഡ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആൻസറുകൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൻസർ, ദ ഓവറോൾ മൂഡ് ഓഫ് ദ പോം ഈസ് വൺ ഓഫ് ജോയ്, മെറിമെൻറ്റ് ആൻഡ് സെലിബ്രേഷൻ ഓഫ് നാച്ചുറൽസ് ബ്യൂട്ടി ആൻഡ് ലൈഫ്സ് പ്ലഷർ. ഈ ഒരു പോമത്തിൻ്റെ ഓവറോൾ മൂഡ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിട്ടുള്ള, ആഹ്ലാദത്തോടെയുള്ള ഒരു കൈൻഡ് ഓഫ് പോമാണ്. മാത്രമല്ല ഇതിൽ പറയുന്നത് നേച്ചറിൻ്റെ ഭംഗി, അതായത് പ്രകൃതിയുടെ ഭംഗിയും അതുപോലെ ജീവിതത്തിൻ്റെ സന്തോഷവും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പോമായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു പോമത്തിൻ്റെ ഓവറോൾ മൂഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു ആർ ദ പീപ്പിൾ മെൻഷനഡ് ഇൻ ദ പോം. ഈ പോമത്തിൽ കുറച്ച് പേരെ പറയുന്നുണ്ടല്ലേ, അവർ ആരൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ, ദ പീപ്പിൾ മെൻഷനഡ് ഇൻ ദ പോം ആർ മാരി, സൂസൻ ആൻഡ് എമിലി. അപ്പോൾ മേരിയെയും സൂസനെയും എമിലിയെയാണ് ഈ ഒരു പോയത്തിൽ മെൻഷൻ ചെയ്യുന്ന പീപ്പിൾസ് എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ മെസ്സേജ് ഓർ തീം ഓഫ് ദ പോം. ഈ ഒരു പോമത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ ഒരു തീം എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്. ബി, ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. സി, ദ ജോയ് ഓഫ് ലൈഫ് ആൻഡ് മെറിമെൻറ്റ്. ഡി, ദ സാഡ്നെസ് ഓഫ് ലോസ്റ്റ് യൂത്ത്. അപ്പോൾ ഏതാണ് കൂട്ടുകാരെ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്, ദ ജോയ് ഓഫ് ലൈഫ് ആൻഡ് മെറിമെൻറ്റ് എന്ന് പറയുന്നതാണ് അല്ലേ ഈ ഒരു പോമത്തിലെ മെസ്സേജ് എന്ന് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് 1 എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ ഫ്രം ദ പോം. അലിട്രേഷന് ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.
സിങ് ദ സ്വീറ്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു പോംത്തിലുള്ള അലിട്രേഷൻ്റെ എക്സാമ്പിൾ. ഒരുമിച്ച് വരുന്ന രണ്ട് വേർഡ്സിൻ്റെ ബിഗിനിങ്ങിൽ വരുന്ന സെയിം ലെറ്റേഴ്സോ അല്ലെങ്കിൽ സെയിം സൗണ്ട്സോ ഉള്ള വേർഡ്സിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇതൊരു പോയറ്റിക് ഡിവൈസ് ആണ് കേട്ടോ. 5th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ റൈം സ്കീം ഓഫ് ദ പോം. ഈ ഒരു പോംത്തിൻ്റെ റൈം സ്കീം നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പോംത്തിൻ്റെ റൈം സ്കീം? റൈം സ്കീം എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ പോംത്തിൻ്റെ സ്റ്റാൻസുകളിൽ ലൈൻസ് വരുന്നത് എങ്ങനെയാണ് എന്ന് നോക്കണം. എന്നിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ റൈം സ്കീം എഴുതേണ്ടത്. അപ്പോൾ 5th ക്വസ്റ്റ്യനിലുള്ള റൈം സ്കീം എന്ന് പറയുന്നത് AABB ആണ് കേട്ടോ. ആക്ടിവിറ്റി 2 ഡയറി ആണ്. ഇറ്റ് വാസ് എ വെരി ഹാപ്പി സമ്മർ വെക്കേഷൻ ഫോർ ടോട്ടോച്ചാൻ ആൻഡ് ഹെർ ഫ്രണ്ട്സ്. ഷീ വുഡ് നെവർ ഫോർഗെറ്റ് ദ എക്സ്പീരിയൻസ് ഓഫ് വിസിറ്റിംഗ് ദ ഹോട്ട് സ്പ്രിംഗ്. അപ്പോൾ എന്താണ് ആ ഒരു സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നത്? ടോട്ടോച്ചാനും അവൻ്റെ ഫ്രണ്ട്സിനും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു സമ്മർ വെക്കേഷൻ ആയിരുന്നു. ഹോട്ട് സ്പ്രിങ് വിസിറ്റ് ചെയ്തപ്പോൾ അവനുണ്ടായ എക്സ്പീരിയൻസ് അവൻ ഒരിക്കലും മറന്നിട്ടില്ല. ഷീ തോട്ട് ഓഫ് എൻ്ററിങ് ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി. അപ്പോൾ എന്താണ് ആ ഒരു ഫീലിങ്സൊക്കെ അവൻ്റെ ഡയറിയിൽ ഒന്ന് എഴുതി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ടോട്ടോച്ചാൻ. അപ്പോൾ നമ്മളോട് ടോട്ടോച്ചാൻ എഴുതാൻ സാധ്യതയുള്ള ആ ഒരു ഡയറി എൻട്രി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറി ഒന്ന് എഴുതി നോക്കാം അല്ലേ. ഡയറി എഴുതുമ്പോൾ നിർബന്ധമായിട്ടും കൂട്ടുകാരെ റൈറ്റ് സൈഡിൽ ഡേറ്റും ഡയറിയും എഴുതിയിരിക്കണം. 12/5/2025 മൺഡേ എന്നാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതാം കേട്ടോ. ഇനി നമ്മൾ ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ടാണ് എഴുതി തുടങ്ങേണ്ടത്. ഇനി നമുക്ക് സബ്ജക്റ്റ് നോക്കാം. ടുഡേ വാസ് വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ബിക്കോസ് അവർ 3 days ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് അറ്റ് ടോയ് ഹാസ് ഫൈനലി എൻഡഡ്. അപ്പോൾ എന്താണ് ടോയിലുള്ള ഞങ്ങളുടെ 3 days ഹോട്ട് സ്പ്രിങ്ങിലേക്കുള്ള ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിച്ചു. ബട്ട് ദ മെമ്മറീസ് ആർ സ്റ്റിൽ ഇൻ മൈ മൈൻഡ്. പക്ഷേ അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. ഐ ക്യാൻ നെവർ ഫോർഗെറ്റ് ദ ബ്യൂട്ടിഫുൾ സീ, ദ ക്വയറ്റ് വില്ലേജ് ആൻഡ് ദ വാം ഹോട്ട് സ്പ്രിംഗ് റൈറ്റ് ഇൻ ദ വാട്ടർ. അപ്പോൾ എന്താണ് എനിക്ക് ആ ഒരു ഭംഗിയുള്ള സീയും അതുപോലെ തന്നെ നിശബ്ദമായിട്ടുള്ള ആ ഒരു വില്ലേജും അതുപോലെ നല്ല ചൂടുള്ള ആ ഒരു ഹോട്ട് സ്പ്രിങ്ങും മറക്കാൻ സാധിക്കുന്നില്ല. ഓൾ ഓഫ് us played, laughed and enjoyed together. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചിരിക്കുകയും സന്തോഷിക്കുകയും എല്ലാം ചെയ്തു. അറ്റ് നൈറ്റ് വി ലിസ്ണഡ് ഗോസ്റ്റ് സ്റ്റോറീസ് ആൻഡ് ഗോട്ട് സ്കാർഡ്. അപ്പോൾ എന്താണ് രാത്രി ഞങ്ങൾ പ്രേത കഥകളെല്ലാം പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ട് ഭയങ്കര പേടിയായിട്ടിരുന്നു. ബട്ട് ഇറ്റ് വാസ് സ്റ്റിൽ എക്സൈറ്റിംഗ്. പക്ഷെ അതെന്താണ് അപ്പോഴും അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. എവറി മോർണിംഗ് വി റാൻ ടു ദ ബീച്ച് ടു സീ ദ മാൻ ഹു വാസ് ബിൽഡിങ് എ ബിഗ് വുഡൻ ബോട്ട് ഉണ്ടാക്കുന്ന ആളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും കാലത്ത് തന്നെ ബീച്ചിലേക്ക് പോകും. It took so long time because someone always did something funny, but the boat turned out perfect. അപ്പോൾ എന്താണ് അത് ഭയങ്കര ഒരുപാട് കാലമെടുത്ത് ഒരാൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ ബോട്ട് എന്തായി മാറി? ഭയങ്കര പെർഫെക്റ്റ് ഉള്ള ഒരു സാധനമായിട്ട് മാറി അല്ലേ. ഐ എം സോ താങ്ക്ഫുൾ ടു മദർ ആൻഡ് ടു അവർ ഹെഡ് മാസ്റ്റർ ഫോർ ലെറ്റിംഗ് മീ ഗോ. ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് ആരോടൊക്കെ? മദറിനോടും അതുപോലെ ഹെഡ് മാസ്റ്ററിനോടും എന്നെ ഇവിടെ പോവാൻ അനുവദിച്ചതിൽ. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് വണ്ടർഫുൾ സമ്മർ വെക്കേഷൻ. ഞാൻ ഒരിക്കലും ഈ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സമ്മർ വെക്കേഷൻ മറക്കുകയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടോച്ചാൻ എഴുതിയിട്ടുള്ള ഒരു ഡയറി എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഡയറി എഴുതുന്നതിൻ്റെ ഫോർമാറ്റ് എന്തായാലും പഠിച്ചിരിക്കണം. Activity 3. Imagine that you have to sell your mother's old smartphone. Prepare an advertisement for a newspaper. Use the details below. അപ്പോൾ എന്താണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കാനാണല്ലേ, ന്യൂസ് പേപ്പറിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് വിൽക്കേണ്ടത്? മദറിൻ്റെ, അതായത് അമ്മയുടെ പഴയ മൊബൈൽ ഫോൺ, പഴയ സ്മാർട്ട് മൊബൈൽ ഫോൺ വിൽക്കാനായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ താഴെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് സ്ക്രീൻ ആൻഡ് ബോഡി. അപ്പോൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സ്ക്രീനും ബോഡിയാണ് ഫോണിന് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 12 GB റാം, ലൈറ്റ് വെയ്റ്റ്, ബ്ലാക്ക് കളർ. എത്രയാണ് രൂപ കൊടുത്തിട്ടുള്ളത്? ₹20,000 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കി നോക്കാം.
അപ്പോൾ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് എഴുതുമ്പോഴും അതുപോലെ ഡയറി എഴുതുമ്പോഴും ഒരു കോളം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒരു കോളം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് അഡ്വർടൈസ്മെൻറ്റ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഫോർ സെയിൽ ഓൾഡ് സ്മാർട്ട് ഫോൺ എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്താണോ നമുക്ക് കാര്യം, എന്ത് കാര്യത്തിനെ കുറിച്ചാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ചെറിയൊരു ഹെഡിങ് നമ്മൾ കൊടുക്കണം. ഫോർ സെയിൽ എന്ന് എഴുതിയിട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ എ വെൽ മെയിൻറ്റെയിൻഡ് ഓൾഡ് സ്മാർട്ട് ഫോൺ ഈസ് അവൈലബിൾ ഫോർ സെയിൽ. ഒരു വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള ഒരു ഓൾഡ് സ്മാർട്ട് ഫോണ് വിൽക്കാനായിട്ട് ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അതിനുള്ളത് എന്ന് താഴെ എഴുതണം. ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് എന്ന് എഴുതിയിട്ട് ഫസ്റ്റ് ഫീച്ചർ എന്താണ്? വാട്ടർ പ്രൂഫ് സ്ക്രീൻ ആൻഡ് ബോഡി. സെക്കൻഡ് ഫീച്ചറാണ് ബ്ലാക്ക് കളർ. തേർഡ് ഫീച്ചർ ലൈറ്റ് വെയ്റ്റ്. പിന്നെ ഫോർത്ത് 126 GB റാം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രൈസ് 25,000 ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളാണ്, അത് നമ്മൾ ഫീച്ചേഴ്സായിട്ട് എഴുതണം. പിന്നെ ഇൻട്രസ്റ്റ് ബയേഴ്സ് ഫ്രീലി കോൺടാക്റ്റ് എന്ന് എഴുതിയിട്ട് ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുക. അത് നമ്മളെ തന്നെ നമ്പർ കൊടുക്കരുത്, ഏതെങ്കിലും ഡിജിറ്റ്സ് എഴുതിയാൽ മതി കേട്ടോ, ഏതെങ്കിലും 10 ഡിജിറ്റ്സ് എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? അഡ്വർടൈസ്മെൻറ്റ് എഴുതേണ്ടത്. അപ്പോൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ നമ്മളോട് അഡ്വർടൈസ്മെൻറ്റ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അത് ചെറിയൊരു ഹെഡിങ് ആക്കി കൊടുക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചെറിയൊരു സെൻറ്റൻസ് എഴുതുക. എന്നിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക. പിന്നെ നമ്മൾക്ക് കോൺടാക്റ്റ് നമ്പറും കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മളോട് അഡ്വർടൈസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അഡ്വർടൈസ്മെൻറ്റ്സ് എഴുതി നോക്കൂ കേട്ടോ. ആക്ടിവിറ്റി 4. ഹിയർ ഈസ് എ പാസേജ് അബൌട്ട് ജാപ്പനീസ് റൈറ്റർ ടെറ്റ്സൂക്കോ കുറോയാനഗി. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, എഡിറ്റ് ദം. അപ്പോൾ എന്താണ്? നമുക്കൊരു ജാപ്പനീസ് റൈറ്ററിനെ പറ്റിയുള്ള ഒരു പാസേജാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഉള്ളതിൽ കുറച്ച് എറേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മളോട് എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ജാപ്പനീസ് റൈറ്റർ ടെറ്റ്സൂക്കോ കുറോയാനഗി ഈസ് ബോൺ ഇൻ ഓഗസ്റ്റ് 9. അപ്പോൾ അവിടെ ഈസിൻ്റെ അവിടെ എഡിറ്റ് ചെയ്യാനുണ്ട്, ഇന്നിൻ്റെ അവിടെയും എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈസ് എന്നല്ല പറയുക, വാസ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ ഈസിൻ്റെ അവിടെ വാസ് ആക്കണം. പിന്നെ ഇൻ എന്നല്ല പറയുക, ഓൺ എന്നാണ് കേട്ടോ പറയുക. ഓൺ ഓഗസ്റ്റ് 9 എന്നാണ് പറയുക. അതായത് ജാപ്പനീസ് റൈറ്റർ ടെറ്റ്സൂക്കോ കുറോയാനഗി വാസ് ബോൺ ഓൺ ഓഗസ്റ്റ് 9, 1933 അറ്റ് ടോക്കിയോ. അറ്റാണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അറ്റല്ല അവിടെ വരേണ്ടത്, അവിടെ ഇൻ എന്നാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ 1933 ഇൻ ടോക്കിയോ. ഷി വാസ് ബോൺ ഫോർ മോറിറ്റ്സുനോ കുറോയാനഗി ആൻഡ് ചോ കുറോയാനഗി. ഷി വാസ് ബോൺ ഫോർ എന്നല്ല വരിക, അവിടെ ടു എന്നാണ് വരിക. ഷി വാസ് ബോൺ ടു മോറിറ്റ്സുനോ Kuroyanagi and Cho Kuroyanagi. She completes her education in Keio University and Tokyo College of Music. അവിടെ completes എന്നല്ല വരിക, completed എന്നാണ് വരിക. She completed her education in Keio University and Tokyo College of Music എന്നാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാസേജ് തന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യേണ്ടത്. ആക്ടിവിറ്റി 5. പ്രിപ്പയർ എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറിൻ്റെ ഒരു ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഹിൻസ് തന്നിട്ടുണ്ട്. ഹെർ ഏർലി ലൈഫ്, കോൺട്രാക്റ്റിംഗ് ഫീവർ, ബിക്കമിങ് ഡീഫ് ആൻഡ് ബ്ലൈൻഡ്. Annie Sullivan taught her to associate words with objects. Determination to learning to read, write and communicate despite challenges. Education at Perkins School. Graduating from Radcliffe College. Fighting for rights of people with disabilities. അപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ ലൈഫ് എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്കവിടെ തന്നിട്ടുണ്ട്. അവൾക്ക് കോൺട്രാക്റ്റിംഗ് ഫേവർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡീഫ് ആൻഡ് ബ്ലൈൻഡ് ആയിരുന്നു. പിന്നെ എന്താണ്, അവൾ കുറേ വേർഡ്സുകൾ പഠിച്ചെടുത്തു, ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ട് പഠിച്ചെടുത്തു. അതേപോലെ അവളുടെ ഡിറ്റർമിനേഷൻ, റീഡ്, റൈറ്റ്, പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ഡെസ്പൈറ്റ് ചലഞ്ചസ് ഒക്കെ അവൾ പഠിച്ചെടുത്തു. അതുപോലെ തന്നെ അവൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പെർക്കിൻസ് സ്കൂളിലായിരുന്നു. അതുപോലെ അവൾ ഗ്രാജുവേഷൻ ചെയ്തത് റാഡ്ക്ലിഫെ കോളേജിലായിരുന്നു. അതുപോലെ തന്നെ അവൾ ഡിസാബിലിറ്റീസ് ഉള്ള ആളുകളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്കൊരു ഹിൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് ബ്രീഫ് ക്യാരക്ടർ സ്കെച്ചാക്കി മാറ്റാം. അപ്പോൾ നമ്മളോട് ആരുടെ ക്യാരക്ടർ സ്കെച്ചാണോ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അവരുടെ പേര് ജസ്റ്റ് ഒരു ഹെഡിങ് പോലെ എഴുതണം. ഹെലൻ കെല്ലർ വാസ് എ ബ്രേവ് ആൻഡ് ഡിറ്റർമൈൻഡ് ഗേൾ. ഹെലൻ കെല്ലർ എന്ന് പറയുന്നത് നല്ല ധൈര്യശാലിയും അതുപോലെ തന്നെ നല്ല ഡിറ്റർമൈൻഡ് ആയിട്ടുള്ളൊരു ഗേളാണ്. ഇൻ ഹെർ ഏർലി ചൈൽഡ്ഹുഡ് ഷീ ബിക്കെയിം ഡഫ് ആൻഡ് ബ്ലൈൻഡ് ആഫ്റ്റർ സിവിയർ ഫീവർ.
അവളുടെ ജീവിതത്തിൽ അവൾക്ക് സംഭവിച്ച ഒരു കടുത്ത പനി മൂലം പിന്നീട് അവളെ എന്തായി മാറി? ചെവി കേൾക്കാത്തവളും കണ്ണ് കാണാത്തവളുമായി മാറിയല്ലേ. ലൈഫ് ബിക്കെയിം ഡാർക്ക് ആൻഡ് സൈലൻറ്റ് ഫോർ ഹെർ. അപ്പോൾ അവൾക്ക് അതിനുശേഷം അവളുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്കും അതുപോലെ തന്നെ ഭയങ്കര സൈലൻറ്റും ആയിട്ടുള്ളതായി മാറി. ബട്ട് ഹെർ ടീച്ചർ ആനി സല്ലിവൻ ചേഞ്ച്ഡ് എവറിത്തിങ്. പക്ഷേ അവളുടെ ടീച്ചറായിട്ടുള്ള ആനി സല്ലിവൻ ആണ് എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുത്തത്. അതായത് എല്ലാ കാര്യങ്ങളും മാറ്റി കൊടുത്തത് ആനി സല്ലിവൻ എന്ന് പറയുന്ന അവളുടെ ടീച്ചറാണ്. ആനി ഹെൽപ്ഡ് ഹെർ ലേൺ വേർഡ്സ് ബൈ കണക്റ്റിംഗ് ദം വിത്ത് ഒബ്ജക്ട്സ് സ്റ്റാർട്ടിങ് വിത്ത് ദ വേർഡ്സ് വാട്ടർ. അപ്പോൾ എന്താണ്? ആനി അവളിനെ വേർഡ്സുകൾ കണക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റുമായിട്ട് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. അവൾ തുടങ്ങിയ വേർഡ് എന്ന് പറയുന്നത് വാട്ടർ എന്ന വേർഡിൽ നിന്നാണ്. വിത്ത് സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഹെലൻ ലേൺ ടു റീഡ്, റൈറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ സ്ട്രോങ് ഡിറ്റർമിനേഷൻ മൂലം ഹെലൻ അതെല്ലാം പഠിച്ചെടുക്കാൻ തുടങ്ങിയല്ല. അതായത് വായിക്കാനും എഴുതാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെല്ലാം പഠിച്ചെടുത്തു. ഷീ സ്റ്റഡീഡ് അറ്റ് ദ പാർക്കിൻസ് സ്കൂൾ ആൻഡ് ലേറ്റർ ഗ്രാജുവേറ്റഡ് ഫ്രം റെഡ്ക്ലിഫെ കോളേജ്. അപ്പോൾ അവൾ പഠിച്ചത് അവളുടെ സ്കൂൾ കാലഘട്ടം പെർക്കിൻസൺ സ്കൂളിലും അതുപോലെ അവൾ ഗ്രാജുവേറ്റ് ചെയ്തത് റെഡ്ക്ലിഫ് കോളേജിലുമാണ്. ഹെലൻ സ്പെൻഡ് ഹെർ ലൈഫ് ഫൈറ്റിംഗ് ഫോർ ദ റൈറ്റ്സ് ഓഫ് പീപ്പിൾ വിത്ത് ഡിസാബിലിറ്റീസ്. ഹെലൻ അവളുടെ ലൈഫെല്ലാം സ്പെൻഡ് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഡിസാബിലിറ്റീസ് ഉള്ള പീപ്പിൾസിൻ്റെ റൈറ്റ്സിന് വേണ്ടി പൊരുതാനാണ് അവളുടെ ലൈഫ് അവൾ സ്പെൻഡ് ചെയ്തത്. ഷീ ബിക്കെയിം ആൻ ഇൻസ്പിറേഷൻ ടു പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. ഈ ഒരു വേൾഡിലെ മൊത്തം ജനങ്ങൾക്കും അവൾ ഒരു ഇൻസ്പിറേഷൻ ആണല്ലേ. ഹെർ ലൈഫ് ടീച്ചേഴ്സ് അസ് ടു നെവർ ഗിവ് അപ്പ് നോ മാറ്റർ ഹൗ ഡിഫിക്കൽട്ട് ദ ചലഞ്ചീസ്. അപ്പോൾ എന്താണ്? ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മുന്നിലുണ്ടെങ്കിലും ഒരിക്കലും അതൊന്നും ഗിവ് അപ്പ് ചെയ്യരുത് എന്ന് നമുക്ക് അവളുടെ ലൈഫുമായ നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നിട്ടുള്ള ഹിൻറ്റുമായി കണക്ട് ചെയ്തിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് ആക്ടിവിറ്റി 6. ഒബ്സർവ് ദ ഗിവൺ പിക്ചർ. താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, അത് നന്നായി നോക്കണം. റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ദ വേ ടു സ്കൂൾ ഫ്രം ലീനാസ് ഹൗസ്. അപ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ലീനയുടെ വീട്ടിൽ നിന്ന്, ലീനയുടെ ഹോമിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് നമ്മളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വഴി ശ്രദ്ധിച്ചാൽ അറിയാമല്ലോ ലീനയുടെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത് എന്ന് കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ടൊരു പാരഗ്രാഫ് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രം ലീനാസ് ഹോം ദ റോഡ് ഗോസ് സ്ട്രൈറ്റ് ടു തൂവൽ തീരം റോഡ്. അപ്പോൾ എന്താണ്? ലീനയുടെ വീട്ടിൽ നിന്ന് ആ ഒരു റോഡ് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നത് തൂവൽ തീരം റോഡിലേക്കാണ്. ഓൺ ദ വേ ദ സ്റ്റേഡിയം ക്യാൻ ബി സീൻ ഓൺ ദ റൈറ്റ്. അപ്പോൾ നമുക്ക് ആ പോകുന്ന വഴിയിൽ റൈറ്റ് സൈഡിൽ നമുക്ക് സ്റ്റേഡിയം കാണാൻ സാധിക്കുന്നുണ്ട്. മൂവിങ് ഫർദർ ദ റോഡ് ലെഡ്സ് ടു റെയിൽവേ സ്റ്റേഷൻ റോഡ്. പിന്നീട് ആ റോഡ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെയാണ് പോകുന്നത്. നിയർ ദ റെയിൽവേ ലൈൻ ദർ ഈസ് ആൻ ഐസ്ക്രീം ഷോപ്പ്. ആ റെയിൽവേ ലൈനിൻ്റെ അവിടെയായിട്ട് നമുക്കൊരു ഐസ്ക്രീം ഷോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് എ ലിറ്റിൽ എഹെഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോഡ് സ്റ്റാൻഡ് ദ സ്കൂൾ. അപ്പോൾ എന്താണ്? സ്കൂൾ നിൽക്കുന്നത് എവിടെയാണ്? ആ റോഡിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു റോഡിന് അരികിൽ തന്നെ നമുക്ക് സ്കൂൾ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലോസ് ടു ദ റെയിൽവേ ട്രാക്ക്. ആ ഒരു റെയിൽവേ ട്രാക്കിനോട് അടുത്തായിട്ടാണ് നമുക്ക് സ്കൂൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ലീനയുടെ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ടുള്ള വഴിയാണ് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ തരിക. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസാണ് കൂട്ടുകാർക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി 1 to ആക്ടിവിറ്റി 6 വരെയുള്ള ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരുടെ എക്സാമിനുള്ള മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മളെ ചാനലിൽ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരുടെ അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.